കലാഭവൻ നവാസിന്റെ വിയോഗത്തിന് ശേഷം കുറച്ചുനാൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറി നിന്ന രഹന വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നവാസും രഹനയും പ്രണയിച്ചു വിവാഹിതരായവരാണ്. വിവാഹശേഷം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി രഹന അഭിനയം പൂർണ്ണമായും നിർത്തുകയായിരുന്നു. എന്നാൽ നവാസിന്റെ മരണത്തിന് ശേഷം രഹനയുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയാണ് ഉണ്ടായത്. ആ വേദനയ്ക്കിടയിലും മക്കൾക്ക് വേണ്ടി ശക്തിയായി നിൽക്കുകയാണ് രഹന. ഇപ്പോഴത്തെ മഞ്ജു വാര്യരുടെയും സംയുക്ത വർമ്മയുടെയും നിർബന്ധവും പിന്തുണയും കൊണ്ടാണ് രഹന വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. മഞ്ജു വാര്യരും മുകേഷും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന പുതിയ ചിത്രത്തിലാണ് രഹനയും അഭിനയിച്ചിരിക്കുന്നത്. എന്നാൽ അഭിനയത്തിലേക്ക് തിരിച്ചു വരാൻ രഹനയ്ക്ക് ആദ്യം വലിയ മടിയായിരുന്നു. എനിക്ക് വർക്ക് ചെയ്യാനുള്ള ശക്തിയില്ലെന്ന് സംയുക്തയോടും മഞ്ജു ചേച്ചിയോടും സംവിധായകൻ ആനന്ദ് മേനോനോടും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവർ എല്ലാവരും എന്നെ വളരെയധികം പിന്തുണച്ചു എന്നാണ് രഹന പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച രഹനയുടെ വാക്കുകളാണിപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. ഉള്ളിലെ കത്തുന്ന തീ അടക്കി വെച്ച് പുറത്ത് ചിരിക്കാൻ ഞാനും പഠിച്ചു തുടങ്ങി. ഉള്ളിലെ ബുദ്ധിമുട്ടുകൾ മറച്ചുവെച്ച് പെർഫോം ചെയ്യുക ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി അതും പരിശീലിച്ചു. ഈ വാക്കുകൾ തന്നെയാണ് രഹന അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നത്. തനിക്ക് ഈ കഥാപാത്രം ലഭിക്കാൻ കാരണമായ സംയുക്ത വർമ്മയ്ക്കും മഞ്ജു വാര്യർക്കും സംവിധായകൻ ആനന്ദ് മേനോനും ആഷിഖ് ഐമറിനും രഹന നന്ദി അറിയിക്കുകയും ചെയ്തു. അതിനൊപ്പം രഹന പറഞ്ഞ മറ്റൊരു വാക്കും ഏറെ ഹൃദയസ്പർശിയാണ്. നവാസ്കയുടെ ആത്മാവിൻ്റെ കൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു. നവാസിൻ്റെ മരണശേഷം ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് രഹനയുടെ ആഗ്രഹമെന്നും അതിന് പ്രാപ്തിയാണ് രഹനയെന്നും നവാസിൻ്റെ സഹോദരൻ നിയാസ് നേരത്തെ പറഞ്ഞിരുന്നു. വലിയൊരു നഷ്ടത്തിൻ്റെ വേദന ഉള്ളിലൊതുക്കി മക്കൾക്ക് വേണ്ടി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന രഹനയ്ക്ക് മലയാള സിനിമയിൽ ഇനിയും മികച്ച അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. രഹനയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമൻറ്റിലൂടെ അറിയിക്കൂ.